ശബരിമല കൊള്ളയുടെ രണ്ടാം റിപ്പോർട്ടും SIT ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ SIT ആയിട്ടുള്ള കൂടിക്കാഴ്ച. ഹൈക്കോടതി ബെഞ്ച് SIT അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരനെ നേരിട്ട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി നേരിട്ടു അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വേറെ ചില നിരീക്ഷണങ്ങളിലൂടെ നടത്തി. കാരണം 2019 തട്ടിപ്പായിരുന്നു ഈ കേസിന്റെ തുടക്കം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. അതേപ്പറ്റിയുള്ള ഡയറക്ഷൻ വന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റും അതുമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ടിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തു. ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് നടന്നത്. ഗൂഢാലോചന പിന്നിൽ ആരാണ് മുഖ്യമായിട്ട് നിൽക്കുന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ, ഈ കൊള്ളയുടെ പിന്നിലെന്ന് തുടക്കം മുതലേ ഹൈക്കോടതി ചോദിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഈ കൊള്ളയുടെ പിന്നിലെ ബുദ്ധി വാസുവിൻ്റെ ആയിട്ടാണ് വരുന്നത്. അതൊക്കെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിലെ വാസുവിൻ്റെ ബുദ്ധിയാണ് ഇതുവരെ അവിടെ പ്രവർത്തിച്ചത്. തട്ടിപ്പിൻ്റെയും ഈ അതിനുപയോഗിച്ച ആൾക്കാരുമായി ബന്ധപ്പെട്ടതിൻ്റെയും എല്ലാം അതിൻ്റെ ബുദ്ധി വാസു തന്നെ. കുളനട പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായി ജീവിതം ആരംഭിച്ച വാസു പാർട്ടിയായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും ശബരിമലയിലെ അവിടുത്തെ കമ്മീഷണറായി, അതിനുശേഷം അവിടുത്തെ പ്രസിഡന്റായി. ക്രമേണ ശബരിമലയിലെ കൺട്രോൾ മുഴുവൻ വാസുവിൻ്റെ കയ്യിലായി. അതിനുശേഷം പത്മകുമാർ വന്നു. പത്മകുമാർ വന്നെങ്കിലും വാസുവാണ് തന്നെ ശബരിമല നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. കാരണം ശബരിമലയിലെ സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമത്തിൽ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുത്ത് ഇടതുപക്ഷത്തിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചതും അതനുസരിച്ച് പ്രവർത്തിച്ചതും എല്ലാം വാസുവാണ്. അതേസമയത്ത് അന്നേരം ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശ്രമിച്ചപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നെങ്കിലും കാര്യങ്ങളെല്ലാം നീക്കിയത് വാസു തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു വാസു. സുപ്രീം കോടതി സംബന്ധിച്ചുള്ള കേസുമായിട്ട് പോയപ്പം അന്നത്തെ പ്രസിഡന്റ് പത്മകുമാർ പോകുന്നതിന് പകരം വാസു തന്നെയായിരുന്നു ഡൽഹിയിൽ പോയതും ആ കേസ് നടത്തിച്ചതും. അതിനുശേഷം കേസിൻ്റെ കാര്യവിവരങ്ങളെല്ലാം നേരിട്ട് മുഖതാവിലെ AKG സെന്ററിൽ വന്ന് കോടിയേരി ബാലകൃഷ്ണനെ ബോധിപ്പിച്ചതെല്ലാം വാസു തന്നെ. ശബരിമല സമം വാസു എന്ന് പറയേണ്ടി വരും. അവിടുത്തെ കൊള്ളയുടെ സ്വത്തുക്കൾ എങ്ങോട്ടൊക്കെ പോയി എന്ന് വാസുവിന് കൃത്യമായിട്ട് അറിയാം. ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള വിവരം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഗൂഢാലോചന ആരാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവരെ കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. കാരണം ഒരു അന്വേഷണ മധ്യേ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനക്കാരനെ കൂടെ അറസ്റ്റ് ചെയ്യുക സ്വാഭാവികം. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു ധൈര്യം കൊടുത്തു ഹൈക്കോടതി. കാരണം ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം, അയാളെ പ്രതി ചേർക്കണം. അത് തന്നെയല്ല 2019 തട്ടിപ്പും വെട്ടിപ്പും മാത്രമല്ല പ്രശ്നം. 1998-99 കാലഘട്ടം മുതലുള്ള അന്വേഷണം വിപുലമാക്കണം എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വളരെ നല്ല കാര്യം. ഹൈക്കോടതിയുടെ നിഗമനങ്ങളെല്ലാം 100% ശരിയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് വൻ മരങ്ങൾ പലതും വീഴും. ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയാൽ അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നാരും കരുതരുത്. ഏത് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയുണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ട്. കേരളത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. ഹൈക്കോടതിയിലെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നമുക്കിപ്പം ശബരിമല സ്വർണ്ണ വെട്ടിപ്പിൻ്റെ കഥകൾ പുറത്തേക്ക് വന്ന് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ക്രമേണ SIT അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധൃതി പിടിക്കരുതാരും. പതുക്കെ കാര്യങ്ങളിൽ മുന്നോട്ട് നീങ്ങുള്ളൂ. കാരണം എവിഡൻസ് ശേഖരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ലെന്നുണ്ടെങ്കിൽ പ്രതികൾ ജാമ്യം എടുത്തുകൊണ്ട് സ്ഥലം വിട്ടുകളയും. അതുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നത്. SIT ടീം വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശശിധരനും അവിടുത്തെ വെങ്കടേഷും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരും എല്ലാവരും
വളരെ കൃത്യമായി അന്വേഷണത്തിൽ എവിഡൻസ് വന്ന ശേഷമാണ് ഓരോ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം 1, 2, 3 പ്രതികളെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ആളാണ് വാസുവിന്റെ PA ആയിട്ട് നിന്നത്. വാസുവിന്റെ ഏറ്റവും അടുപ്പക്കാരൻ സുധീഷ് കുമാർ തന്നെയാണ്. വാസു തന്നെയാണ് ഇത് ചെമ്പില് സ്വർണം പൂശി വയ്ക്കാൻ വേണ്ടി ഇത് പുറത്തേക്ക് കൊടുത്തു വിട്ടതും വാസുവിന്റെ അനുവാദത്തോടെ തന്നെയാണ്. അപ്പോൾ ഈ തട്ടിപ്പിന്റെ ഏറ്റവും ബൃഹത്തായ ഷെയർ എങ്ങോട്ട് പോയി എന്നറിയണമെങ്കിൽ അത് ഈ 3 പേരെ മാത്രമല്ല, ഇനിയും വൻ മരങ്ങൾ വീണ് അവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് എത്ര കിട്ടി, ആര് തന്നു, എങ്ങനെ വന്നു പണം എന്നൊക്കെ മനസ്സിലാകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന വ്യക്തി ശബരിമലയിലെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരെ ഉയർന്നെങ്കിലും ആ ഉയർച്ചയിൽ തന്നെ നിന്നു. കാരണം എല്ലാ കാര്യങ്ങളും ശബരിമല അതോറിറ്റി വാസുവായിട്ട് വന്നു. അതിനുശേഷം വന്നവരെല്ലാവരും പ്രസിഡന്റുമാരും മറ്റ് മെമ്പർമാരും ഒക്കെ വാസു പറയുന്നതിനപ്പുറം സഞ്ചരിക്കില്ല. ഈ കേസിന്റെ തുടക്കത്തിൽ വാസുവിന്റെ നിറം നമ്മൾ കണ്ടു. താൻ നിരപരാധിയാണ്, ഇതിനകത്ത് ഒന്നുമില്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ശക്തിയുക്തം എതിർത്തും ശക്തിയുക്തം ഈ അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്തക്ക രീതിയിലുള്ള വാദഗതികളും പറഞ്ഞു. അതെല്ലാം പൊളിഞ്ഞു പോയി എന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. 120B വരുന്നതിലെ പ്രധാന കക്ഷി വാസു തന്നെയാണ്, അതിന് സംശയമില്ല. വാസുവിനെ ഏതായാലും അടുത്ത ദിവസം വീണ്ടും സമൻ ചെയ്ത് ചോദ്യം ചെയ്യും. അതിനകത്ത് ഇനി 2 പ്രതികളുടെ കസ്റ്റഡി കിട്ടുമ്പോൾ അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യുന്നത്. കാരണം അതിനകത്ത് മുരാരി ബാബുവും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവരുടെ സാന്നിധ്യത്തിൽ അവരെ ചോദ്യം ചെയ്ത് വിട്ടെങ്കിലും, അതുപോലെ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടെങ്കിലും അതൊരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇനി കൂടുതൽ കാര്യത്തിലോട്ട് വരാനുണ്ട്. അതുകൊണ്ട് അടുത്ത 2 ദിവസത്തിനുള്ളിൽ വാസുവിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് അടുത്തെങ്ങും വെളിയിലിറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 മാസം വരെ കിടക്കും. അതിനിപ്പുറം ആദ്യത്തെ കേസിന്റെ ഇപ്പോഴത്തെ ഹൈക്കോടതി 2019 കേസിന്റെ അത് ചാർജ് ഷീറ്റ് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ഇനി 7-8 പേരെ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അതും ഒന്നിനു പുറകെ ഒന്നായിട്ട് നടപ്പാക്കും. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ആ ഫസ്റ്റ് ബാച്ച് അറസ്റ്റുകൾ കംപ്ലീറ്റ് ആവും. അതിനകത്ത് വാസു ഉൾപ്പെടും. അതിനുശേഷമാണ് സെക്കൻഡ് ബാച്ചിലേക്ക് അറസ്റ്റ് പോകുന്നത്. പത്മകുമാറും സംഘവും ഇപ്പം വരെയുള്ള പ്രശാന്ത് വരെയുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിലേക്ക് കരുക്കൾ നീക്കി തുടങ്ങിയ SIT ഹൈക്കോടതിയുടെ പിൻബലത്തോട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത് ഒരു FIR കൊണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് SIT.